അപ്പോൾ നമുക്കിന്ന് നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയുടെ റെസിപ്പിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്നൊന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പച്ചമുളക്, വേപ്പില, സവാള ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒന്ന് നല്ലോണം ഒന്ന് വഴട്ടി കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്നൊന്ന് വാടി വരും. അപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി കുറച്ച് നേരത്തെ ഇട്ട് കൊടുത്താൽ അത്ര നല്ലത്. അത് നമ്മൾ വാട്ടി കഴിയുമ്പോഴത്തേനും വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് പച്ചമണം മാറുന്ന വരേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിള വരുന്ന സമയത്ത് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോയിൽഡ് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ശരിയായി വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ മസാല റെഡിയാവും. പിന്നെ അത് നമ്മളൊരു സൈഡിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു പാനിലോട്ട് നമ്മൾ ദോശ ചൂടാം. ദോശ ചുട്ടിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗീ ബട്ടർ അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. എന്നിട്ട് നമ്മൾ ഈ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കിട്ടും. അടിയിൽ നമ്മൾ ഇങ്ങനെ ഇതായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഒറ്റ സൈഡായിട്ട് മടക്കാം. ഞാനിവിടെ 2 സൈഡായിട്ട് ഇങ്ങനെയാണ് മടക്കി വെക്കുന്നത്. പിന്നെ നമ്മൾ നല്ല തക്കാളി ചമ്മന്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും.